ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ തസ്തികകൾ വെട്ടിക്കുറക്കുന്നതിനെതിരെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രതിഷേധം. ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞാണ് തസ്തികകൾ കുറയ്ക്കുന്നത്. സംസ്കൃത സർവകലാശാലയിൽ നിന്ന് സംസ്കൃത വിഷയങ്ങൾ തുടച്ചു നീക്കാനുള്ള ശ്രമം നടക്കുന്നതായും വിദ്യാർത്ഥികൾ ആരോപിച്ചു. സംസ്കൃത സർവകലാശാലയിൽ അധ്യാപകരുടെയും ഗവേഷക വിദ്യാർത്ഥികളുടെയും തസ്തികകളാണ് ഒഴിവാക്കാൻ നീക്കം നടക്കുന്നത്. സംസ്കൃത വിഭാഗത്തിലെ പല കോഴ്സുകളും ഒഴിവാക്കി സംസ്കൃതം ജനറൽ എന്ന കോഴ്സ് മാത്രമാക്കി ചുരുക്കാനും ശ്രമം നടക്കുന്നു. സംസ്കൃതത്തിൽ IT സാഹിത്യം, വ്യാകരണം, വേദാന്തം, ന്യായം, ജനറൽ എന്നീ കോഴ്സുകളാണ് ഉള്ളത്. ഇതിൽ സർവകലാശാല മുഖ്യ സെന്ററിൽ IT സാഹിത്യം ഒഴിവാക്കി പ്രാദേശിക സെന്ററുകളിൽ ബാക്കി കോഴ്സുകൾ ഒഴിവാക്കി സംസ്കൃതം ജനറൽ മാത്രമാണ് നിലനിർത്തിയിരിക്കുന്നത്. ഫലത്തിൽ സംസ്കൃത സർവകലാശാലയിൽ നിന്നും സംസ്കൃത വിഷയം ഇല്ലാതാകുന്ന സ്ഥിതിയാകും ഉണ്ടാവുക. മറ്റു കോഴ്സുകൾ ആരംഭിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് സംസ്കൃതത്തെ സർവകലാശാലയിൽ നിന്നും തുടച്ചു നീക്കാനുള്ള ശ്രമം നടത്തുന്നതെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. ഞാൻ ഈ സംസ്കൃത സർവകലാശാലയിൽ പഠനം ആരംഭിച്ച കാലഘട്ടം മുതൽ ഇന്നുവരെ നിരന്തരമായി കാണുന്ന ഒരു കാര്യമാണ് ഈ സർവകലാശാലയിൽ സംസ്കൃത ഡിപ്പാർട്ട്മെന്റുകൾക്ക് എതിരെയുള്ള അധികാരി വർഗത്തിന്റെയും VC-യുടെയും മറ്റ് സിൻഡിക്കേറ്റ് മെമ്പേഴ്സിന്റെയും അവഗണനകൾ. സംസ്കൃത സർവകലാശാലയിൽ നിന്നും സംസ്കൃതം പാടെ തുടച്ചു നീക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവരെല്ലാം പ്രവർത്തിച്ചു വരുന്നത്. ഇടതു വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രാതിനിധ്യം നഷ്ടമാകുന്ന യൂണിവേഴ്സിറ്റിയുടെ പ്രാദേശിക സെന്ററുകൾ അടച്ചുപൂട്ടുകയാണെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. സംസ്കൃത അംഗീകൃത തസ്തികകൾ വെട്ടിച്ചുരുക്കുന്നതോടെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ ബുദ്ധിമുട്ടിലാകുകയാണ്. ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞാണ് തസ്തികകൾ കുറക്കുന്നത്. നാക്കിന്റെ A+ ഉള്ള ഈ സർവകലാശാലയിൽ സംസ്കൃതം പഠിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രം, അല്ലെങ്കിൽ സംസ്കൃത വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ മാത്രമാണ് ഫണ്ടിന്റെ വിഷയം വരിക. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ കാര്യങ്ങളിലോ പുതിയ കോഴ്സുകൾ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇവർക്ക് ഫണ്ടിന്റെ വിഷയമേ ഇല്ല. സംസ്കൃത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ശങ്കര സ്കോളർഷിപ്പ് നൽകുന്നില്ലെന്നും വിദ്യാർത്ഥികൾ പരാതി ഉന്നയിക്കുന്നുണ്ട്. അധ്യാപകരോടോ വിദ്യാർത്ഥികളോടോ ചർച്ചകൾ നടത്താതെയാണ് തസ്തികകൾ വെട്ടിച്ചുരുക്കിയത്. സർവകലാശാലയുടെ നടപടിക്കെതിരെ അധ്യാപകരും വിദ്യാർത്ഥികളും പ്രതിഷേധം ആരംഭിച്ചു. ജനം, കൊച്ചി.